വർഷങ്ങളായി തലസ്ഥാന നിവാസികൾ കാത്തിരുന്ന സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിലെ ദുരിതയാത്രയ്ക്ക് അവസാനം കുറിച്ച് തിരുവനന്തപുരം നഗരത്തിലെ റോഡുകൾ സ്മാർട്ടായി. തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകൾ റഹീസ് റഷീദ് പരിചയപ്പെടുത്തി. പേര് പോലെ തന്നെ സ്മാർട്ടാണ് തിരുവനന്തപുരത്തെ വെള്ളയമ്പലം മുതൽ തൈക്കാട് വരെയുള്ള CV രാമൻപിള്ള റോഡ്. 3 കിലോമീറ്ററും 300 മീറ്ററുമുള്ള റോഡിന് ചിലവ് 77 കോടി രൂപ. അതായത് 1 കിലോമീറ്ററിന് ഏതാണ്ട് 20 കോടി രൂപയായിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സ്മാർട്ട് റോഡ് എന്ന ചോദ്യത്തിന് ഉത്തരവും ഈ റോഡ് തന്നെയാണ്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലുള്ള 3 കിലോമീറ്റർ ആയിരുന്നു രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സ്മാർട്ട് റോഡ് ഇതുവരെ. ഒരുക്കിയിരിക്കുന്നത് അത്യാധുനിക സംവിധാനങ്ങൾ. വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് ബ്രേക്ക് മോഡിലാണെങ്കിലും എതിർവശത്തെ വാഹനം ഓടിക്കുന്ന ആളുടെ കാഴ്ച മറക്കാതിരിക്കാനുള്ള ആൻറ്റി ഗ്ലെയർ സംവിധാനം ഇതിനകത്തുണ്ട്. വൈകുന്നേരം 6 മണിക്ക് തനിയെ ഓണാകുന്ന, രാവിലെ 6 മണിക്ക് അതേപോലെ തന്നെ തനിയെ ഓഫാകുന്ന LED ലാമ്പുകളാണ് തെരുവുകളിൽ വെച്ചിരിക്കുന്നത്. വൈദ്യുതി, ടെലിഫോൺ, ഇൻ്റർനെറ്റ്, സ്വകാര്യ കേബിളുകളൊന്നും ആകാശത്ത് കാണില്ല. എല്ലാം റോഡിലടിയിലൂടെയാണ്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ഡ്രൈനേജ് പൈപ്പുകൾക്കും പ്രത്യേക സംവിധാനമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് റോഡ് കുത്തിപ്പൊളിക്കുന്ന പരിപാടി ഇനി ഉണ്ടാവില്ല എന്ന് ചുരുക്കം. യാത്രക്കാർക്കത് എത്രത്തോളം സൗകര്യപ്രദമാകുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. റോഡിന് ഇരുവശത്തും സൈക്കിൾ പാത പച്ച കളറടിച്ച് അത് മനോഹരമാക്കിയിട്ടുണ്ട്. നടപ്പാതയിലേക്ക് കയറിയാൽ നടുക്ക് മഞ്ഞ കളറിൽ ടോക്ക് ടൈലുകളാണ് പതിയിരിക്കുന്നത്. കാഴ്ചാപരിമിതമുള്ള ആളുകൾക്ക് അവരുടെ സ്റ്റിക്ക് ഇവിടെ കുത്തുമ്പോൾ സന്ദേശം കിട്ടും. അതനുസരിച്ച് നടന്നു പോകാം. ഈ പുനർനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായി ഒരു മരം പോലും നശിപ്പിച്ചിട്ടില്ല എന്നതാണ് പ്രത്യേകത. അത് അങ്ങനെ തന്നെ നിർത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ മരങ്ങളുടെ ചുറ്റും ടൈലുകൾ പാകി ഇവിടെ സമാധാനമായി കുറച്ച് സമയം ഇരിക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട്. വ്യത്യസ്തമായ മോഡലിലും കളറിലുമാണ് ഹാൻഡ് റീലുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലല്ലാതെ ഇടയിലൂടെ നുഴഞ്ഞു കയറാൻ ഈ ഹാൻഡ് റീലുകളിൽ പറ്റില്ല. നഗരത്തിലെ 12 റോഡുകളാണ് സ്മാർട്ട് റോഡുകളായി പുനർനിർമ്മിച്ചിരിക്കുന്നത്. കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡിലും വെള്ളയമ്പലം തൈക്കാട് റോഡിലുമാണ് നമ്മൾ ഈ പറഞ്ഞ സംവിധാനങ്ങൾ കൂടുതലുള്ളത്. ബാക്കി എല്ലായിടത്തും റോഡിന് വീതി കുറവാണ് എന്നതാണ് പ്രശ്നം. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.